ഇന്ന് ഇക്ക വന്നപ്പോൾ ഉണ്ടല്ലോ കുറച്ച് അധികം ക്യാരറ്റ് കൊണ്ടുവന്നു കേട്ടോ. വീട്ടിലെപ്പോഴും ഇങ്ങനെ തോരനുണ്ടാക്കി പിള്ളേർക്ക് മടുപ്പായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 കിലോ ക്യാരറ്റ് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നെയ്യിൽ കാഷ്നട്ടും റൈസിൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കിലോ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ക്യാരറ്റ് ഇട്ടാൽ. അപ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് 1 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കണം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏലക്ക പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.